ജെറി തന്റെ ബ്രീഫ് കേസ് അടയ്ക്കുമ്പോഴേക്ക് യാത്രക്കാരിൽ ചിലർ സീറ്റുകളിൽ നിന്ന് എഴുന്നേൽക്കുന്നതായി കണ്ടു. ഏതോ സ്റ്റേഷൻ അടുക്കാറായി എന്ന് ജെറിക്ക് മനസ്സിലായി. തനിക്ക് ഇറങ്ങേണ്ട ബ്രാസോ സ്റ്റേഷൻ ആയിരിക്കുമോ അതെന്ന് ജെറിക്ക് സംശയം. അടുത്തിരുന്ന പ്രായം ചെന്ന മനുഷ്യൻ പാതി ഉറക്കത്തിലുമാണ്. ജനാലയുടെ പുറത്തേക്ക് നോക്കിയെങ്കിലും കനത്ത മൂടൽമഞ്ഞും ഇരുട്ടും കാരണം ഒന്നും വ്യക്തമല്ല. അപ്പോഴേക്കും തീവണ്ടിയുടെ വേഗത കുറയുന്നതും ജെറി മനസ്സിലാക്കി. സമയക്കണക്ക് നോക്കിയാൽ ബ്രാസോ എത്താനുള്ള നേരമായിട്ടില്ല. അതിന് ഇനിയും അരമണിക്കൂർ ബാക്കിയാണ്. പിന്നെ ഏതായിരിക്കും ഈ സ്റ്റേഷൻ? അടുത്തിരുന്ന യാത്രികന് അല്പസ്വല്പം ഇംഗ്ലീഷ് വശമുണ്ടെന്ന് ജെറിക്ക് മനസ്സിലായിരുന്നു. മുൻപ് ട്രെയിൻ പാലത്തിലേക്ക് കടന്നപ്പോൾ അയാൾ തന്നെ നോക്കി ബ്രിഡ്ജ് ബ്രിഡ്ജ് എന്ന് പറയുകയും ചെയ്തിരുന്നല്ലോ. സംശയിച്ചങ്ങനെ ഇരിക്കെ ജെറി ആഗ്രഹിച്ചതുപോലെ തീവണ്ടിയുടെ നീണ്ട ചൂളംവിളി കേട്ട് മൂപ്പർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ചുറ്റും നോക്കി. പിന്നെ അടുത്തിരുന്ന മറ്റൊരു യാത്രക്കാരനോട് റൊമേനിയൻ ഭാഷയിൽ എന്തോ ചോദിച്ചറിഞ്ഞ ശേഷം അലസമായി ഇരുന്നു. ആ തക്കത്തിന് ജെറി അയാളോട് ബ്രാസോ എന്ന് ചോദിച്ചു. അല്ല എന്ന അർത്ഥത്തിൽ അയാൾ തലയാട്ടി. ഒപ്പം അടുത്തത് എന്ന് ആംഗ്യം കാണിക്കുകയും ചെയ്തിട്ട് തന്റെ തൊപ്പി അല്പം കൂടെ താഴ്ത്തി വെച്ച ശേഷം വീണ്ടും കണ്ണുകളടച്ചിരുന്നു. അല്പനേരത്തിനുള്ളിൽ തീവണ്ടി ഒരു സ്റ്റേഷന് മുന്നിൽ നിന്നു. ജെറി വെളിയിലേക്ക് നോക്കി. ഏതോ അപ്രധാനമായ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. സ്റ്റേഷനിലും പരിസരത്തും ഒട്ടും തന്നെ വെളിച്ചമില്ല. പരിസരമാകെ വിജനമായി കിടക്കുന്നു. ആരൊക്കെയോ സ്റ്റേഷനിൽ ഇറങ്ങി അധികം താമസിക്കാതെ ട്രെയിൻ യാത്ര തുടർന്നു. 4-5 കോച്ചുകൾ മാത്രമുള്ള ഒരു തീവണ്ടിയായിരുന്നു അത്. ലോക്കൽ സ്റ്റേഷനുകളിൽ ഷട്ടിൽ സർവീസ് നടത്തുന്ന ഏതോ ട്രെയിൻ ആവണം. താനിരിക്കുന്ന കോച്ചിലാണെങ്കിൽ ഇപ്പോൾ അധികം യാത്രക്കാരുമില്ല. സീറ്റുകൾ മിക്കതും കാലിയാണ്. അതുകൊണ്ട് തന്നെ ചിലർ അതിൽ നീണ്ടു നിവർന്ന് വിസ്തരിച്ച് കിടന്നുറങ്ങുകയും ചെയ്യുന്നു. തന്നെ യാത്രയാക്കാൻ ബുക്കാറസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ മാർഗരറ്റും ഒന്നിച്ച് അത്താഴം കഴിച്ചിരുന്നതിനാൽ ജെറിക്ക് വലിയ വിശപ്പൊന്നും തോന്നിയിരുന്നില്ല. ചിന്തകൾ മുഴുവൻ ഇനി അങ്ങോട്ടുള്ള യാത്രകളെക്കുറിച്ച് മാത്രമായിരുന്നു. ഭാഷ ഇനിയുള്ള ദിവസങ്ങളിൽ വില്ലനായേക്കുമെന്ന് ജെറിക്ക് ഉറപ്പായി. റൊമേനിയക്കാർക്ക് പൊതുവെ ഇംഗ്ലീഷ് വശമില്ലെങ്കിലും ബുക്കാറസ്റ്റ് പോലുള്ള പട്ടണങ്ങളിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. എന്നാൽ ഉൾപ്രദേശങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ആശയവിനിമയം കൂടുതൽ പ്രയാസകരമായേക്കും. പ്രദേശത്തിന്റെ സ്വഭാവം കണക്കിലെടുത്താൽ ബ്രാസോ അത്ര വലിയൊരു സ്ഥലമാകാനൊന്നും വഴിയില്ല. താമസ സൗകര്യത്തിന്റെ കാര്യത്തിലും ആശങ്കയുണ്ട്. മാർഗരറ്റിനാണെങ്കിൽ അതേക്കുറിച്ചൊന്നും വലിയ പിടിപാടില്ല എന്നതും അവർ വ്യക്തമാക്കിയിരുന്നല്ലോ. കൃഷിയും കാലിമേയ്ക്കലുമൊക്കെയാണ് ഇവിടുത്തുകാരുടെ പ്രധാന തൊഴിലും വരുമാനവുമെന്ന് വായിച്ചറിഞ്ഞിട്ടുണ്ട്. ബ്രാസോ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ ജനസംഖ്യ നന്നേ കുറവുള്ള അനേകം ഗ്രാമങ്ങളാണ് ചുറ്റുമുള്ളത്. താൻ കാണുവാൻ ആഗ്രഹിക്കുന്ന പല സ്ഥലങ്ങളും ഉൾപ്രദേശങ്ങളിലുമാണ്. യാത്രകളും ഒരു തരത്തിൽ ബുദ്ധിമുട്ടേറിയതായിരിക്കുമെന്ന് ജെറി ഊഹിച്ചു. ചിന്തിച്ചിരുന്ന് നേരം കടന്നുപോയതുപോലും അറിഞ്ഞില്ല. വീണ്ടും തീവണ്ടിയുടെ ചുളംവിളി കേട്ടാണ് ജെറി ചിന്തയിൽ നിന്ന് ഉണർന്നത്. വാച്ചിലേക്ക് നോക്കിയപ്പോൾ മണി 3:10 അതെ, ബ്രാസോ തനിക്കിറങ്ങാനുള്ള സ്റ്റേഷൻ അടുത്തിരിക്കുന്നു. ജെറി തന്റെ കനത്ത രോമക്കോട്ട് ശരിയായി ധരിച്ച് തല മൂടും വിധം ശരിയാക്കി. സീറ്റിനടിയിൽ നിന്ന് തന്റെ വലിയ ബാക്ക് പാക്ക് എടുത്ത് നേരെ വെച്ചു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തീവണ്ടി ബ്രാസോ സ്റ്റേഷനിൽ ഒരു കിതപ്പോടെ നിന്നു. ബാഗും സൂട്ട്കേസുമായി ജെറി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ വൃദ്ധനായ സഹയാത്രികൻ ഒന്ന് ചിരിച്ചിട്ട് തന്റെ തൊപ്പി ഉയർത്തി അഭിവാദ്യം ചെയ്തു. അന്നാട്ടുകാരുടെ ഉപചാരങ്ങളിൽ ജെറിക്ക് തെല്ലും മതിപ്പ് തോന്നി. ഒരു വിധത്തിൽ ബാക്ക് പാക്ക് പ്ലാറ്റ്ഫോമിൽ ഇറക്കി വെച്ചിട്ട് തിരികെ കയറി സൂട്ട്കേസും എടുത്ത് വീണ്ടും പുറത്തേക്കിറങ്ങി. ഒന്ന് നടുവ് നിവർത്തിയപ്പോഴേക്കും പതിയെ ട്രെയിൻ സ്റ്റേഷൻ വിടുകയും ചെയ്തു. ജെറി ചുറ്റുപാടും ഒന്ന് നോക്കി. അപ്പോഴാണ് താൻ മാത്രമായിരുന്നു ബ്രാസോ സ്റ്റേഷനിൽ ഇറങ്ങാനുണ്ടായിരുന്ന ഏക യാത്രക്കാരനെന്ന സത്യം ജെറി തിരിച്ചറിഞ്ഞത്. ചുറ്റും കനത്ത കോടമഞ്ഞ്. മഞ്ഞിനെ തുളച്ച് കടന്നുപോകുന്ന തീവണ്ടിയുടെ പിന്നിലെ ചുവന്ന വെളിച്ചം ഒരു പൊട്ടുപോലെ അകന്നകന്നു പോകുന്നു. സ്റ്റേഷനിൽ ആകെയുള്ളത് ഒരു ചെറിയ വിളക്കുമരം. തന്റെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ ചെറുതാണ് ഈ സ്റ്റേഷൻ. അങ്ങിങ്ങ് കാലിയായി കിടക്കുന്ന 1-2 മരത്തിന്റെ ബെഞ്ചുകൾ. അവയിലാണെങ്കിൽ മഞ്ഞ് വീണ് ഉറഞ്ഞു കിടക്കുന്നു. റെയിൽവേ സ്റ്റേഷൻ എന്ന് പ്രത്യേകിച്ച് പറയാൻ പഴയ രീതിയിലുള്ള ഒരു ഗാർഡ്സ് ക്യാബിൻ മാത്രമാണ് ഉള്ളത്. അതിനുള്ളിൽ ചെറിയ വെളിച്ചവുമുണ്ട്. സ്റ്റേഷന് ചുറ്റുപാടും ഇരുട്ട് കട്ട പിടിച്ച് കിടക്കുകയാണ്. എന്തു ചെയ്യണമെന്ന് ഒരു രൂപവുമില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തണമെങ്കിൽ കൂടി നേരം വെളുക്കുന്നതുവരെ കാത്തിരിക്കണം. അതുവരെ ഒഴിഞ്ഞുകിടക്കുന്ന ഏതെങ്കിലും ഒരു ബെഞ്ച് തന്നെ ശരണമെന്ന് ജെറി ഉറപ്പിച്ചു. പച്ച നിറം പൂശിയ പൊട്ടിപ്പൊളിഞ്ഞു തുടങ്ങിയ ഒരു ബെഞ്ചിനെ ലക്ഷ്യമാക്കി ബാഗുകളും എടുത്ത് ജെറി നടന്നു. ഇത്തരത്തിൽ അതിശൈത്യമുള്ളിടങ്ങളിൽ സൂര്യപ്രകാശം എത്താൻ നേരം നന്നായി പുലരേണ്ടി വരുമെന്ന് ജെറിക്ക് തോന്നി. ഒഴിഞ്ഞുകിടന്ന ഒരു ബെഞ്ചിലെ ഐസ് കട്ടകൾ നീക്കം ചെയ്തപ്പോൾ കൈകൾ മരവിക്കുന്നത് പോലെ അനുഭവപ്പെട്ടു. ജെറി പെട്ടെന്ന് തന്നെ ബാക്ക് പാക്കിന് സൈഡിലായി കരുതി വെച്ചിരുന്ന കയ്യുറകൾ പുറത്തെടുത്ത് ധൃതിയിൽ ധരിച്ചു. പിന്നെ സൂട്ട്കേസ് തുറന്ന് ഒരു ചുരുട്ടെടുത്ത് അതിന്റെ റാപ്പർ ഊരിക്കളഞ്ഞ ശേഷം വേഗത്തിൽ തീ കൊളുത്തി 1-2 വട്ടം പുക ഉള്ളിലേക്കെടുത്തു. തണുപ്പിനാണെങ്കിൽ ഒരന്തവുമില്ല. പല്ലുകൾ കൂട്ടിയിടിക്കുന്നു.
പുകയുന്നുണ്ട്. തറയിലാകെ മഞ്ഞിന്റെ വെള്ള പരവതാനി വിരിച്ചതുപോലെ. എത്ര നേരം ഇങ്ങനെ ഇവിടെ ഇരിക്കേണ്ടി വരുമെന്ന് ഒരു ഊഹവുമില്ല. മഞ്ഞിന്റെ നനവിൽ ചുരുട്ട് കെട്ടുപോകുന്നു. 2 3 തവണ കെടുകയും കത്തിക്കുകയും ചെയ്തപ്പോൾ മടുത്ത് ജെറി ആ ശ്രമം ഉപേക്ഷിച്ചു. ഇനിയും ഇവിടെ ഇരുന്നാൽ താൻ തണുത്തു മരവിച്ചു പോയേക്കുമെന്ന് വരെ ജെറിക്ക് തോന്നി. മറ്റൊന്നും ആലോചിക്കാതെ ബാഗും സൂട്ട്കേസും എടുത്ത് അല്പം അകലെ കണ്ട ഗാർഡ്സ് ക്യാബിനെ ലക്ഷ്യമാക്കി ജെറി ആയാസപ്പെട്ട് നടന്നു. അവിടെ ഇപ്പോഴും ചെറിയ രീതിയിൽ വെളിച്ചമുണ്ട്. ക്യാബിന്റെ മുന്നിലെത്തിയപ്പോൾ ആ കുടിസ് മുറിയിൽ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് തോന്നിപ്പിക്കുന്ന മധ്യവയസ്കനായ ഒരു മനുഷ്യൻ മേശമേൽ തലവെച്ച് ഉറങ്ങുന്നുണ്ട്. അയാൾക്ക് പിന്നിലായി ചെറിയൊരു ചിമ്മിനി കത്തുന്നുണ്ട്. നെരിപ്പോടിനുള്ളിലെ തീ കണ്ടപ്പോൾ ജെറിക്ക് അതിനടുത്തേക്ക് അല്പം കൂടി നീങ്ങി നിൽക്കണമെന്ന് ഉത്കടമായ ആഗ്രഹം തോന്നി. വാതിലിൽ ചെറുതായൊന്ന് മുട്ടിയപ്പോൾ ഉറക്കത്തിൽ നിന്നുണർന്ന മനുഷ്യൻ അല്പം നീരസത്തോടെ ചോദ്യഭാവത്തിൽ ജെറിയെ നോക്കി. ജെറി ചിമ്മിനി ചൂണ്ടിക്കാണിച്ചപ്പോൾ അയാൾ അകത്ത് കടന്നിരിക്കാൻ ജെറിയെ അനുവദിച്ചു. ആർത്തിയോടെ ഉള്ളിൽ കടന്ന ജെറി ആ ചിമ്മിനിക്കരികിൽ കിടന്ന പഴയൊരു സ്റ്റൂളിലിരുന്നു. കയ്യുറകൾ ധൃതിയിൽ ഊരി കൈകൾ രണ്ടും കൂട്ടിത്തിരുമിയിട്ട് ചിമ്മിനിക്കരികിലേക്ക് കൈപ്പടങ്ങൾ നീട്ടിപ്പിടിച്ചു. ഒരു നിമിഷം ജെറിയെ അടിമുടിയൊന്ന് നോക്കിയിട്ട് മറ്റൊരു വശത്തേക്ക് കൈകൾ പിണച്ചുവെച്ച് സ്റ്റേഷൻ മാസ്റ്റർ ഉറക്കം തുടർന്നു. ഏതാനും സമയം കഴിഞ്ഞപ്പോൾ ജെറി തണുപ്പിൽ നിന്ന് മോചിതനായി പൂർവ്വസ്ഥിതിയിലെത്തി. അപ്പോഴും ജെറിയുടെ ലഗേജുകൾ ക്യാബിന്റെ വെളിയിലിരിക്കുകയായിരുന്നു. അല്പനേരം കൂടി ഗാർഡ്സ് ക്യാബിനിലെ ചിമ്മിനിക്കടുത്തിരുന്ന് ചൂട് കാഞ്ഞതിനു ശേഷം ജെറി പതിയെ ക്യാബിന്റെ വെളിയിലേക്ക് ഇറങ്ങി. മറ്റൊരു ചുരുട്ടുകൂടി കത്തിച്ചു. ഇത്തവണ അത് കെടുകയുണ്ടായില്ല എന്ന് മാത്രമല്ല, ഉള്ളിലും പുക ചെന്നപ്പോൾ എന്തെന്നില്ലാത്ത ഒരാശ്വാസം തോന്നി. ബാഗിനോട് ചേർന്ന് മരപ്പലകയിൽ തീർത്ത ഒരു ബെഞ്ചിൽ ചാരിയിരുന്ന് ജെറി ക്ഷീണം കൊണ്ട് അറിയാതെ മയക്കത്തിലേക്ക് വഴുതി വീണു. പക്ഷെ അതധികം നീണ്ടില്ല. ഒരു നിമിഷം തന്റെ ചുമലിൽ കനത്ത ഒരു കൈപ്പടം പതിയുന്നതറിഞ്ഞ ജെറി ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു.